ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചൈനീസ് നൂഡിൽസാണ്. കുറച്ച് വെജിറ്റബിൾസും കുറച്ച് സോസും കുറച്ച് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് നൂഡിൽസ് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. ഇത് നമ്മളിപ്പോൾ രാത്രിയിൽ നമ്മൾ ചപ്പാത്തിയും കറിയൊക്കെ കഴിക്കുന്നതിന് പകരം നമുക്കത് രാത്രിയിൽ കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം. അപ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് നൂഡിൽസ്. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 ലിറ്റർ വെള്ളം ഒരു പാനിനകത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഓയിൽ ചേർക്കുന്നത് നമ്മുടെ നൂഡിൽസൊക്കെ ഇങ്ങനെ കുഴഞ്ഞു പോകാതിരിക്കാനാട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിനാഗിരിക്ക് പകരം നാരങ്ങാ നീര് വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് തിള വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ വെള്ളമൊക്കെ ഇങ്ങനെ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം വെട്ടിത്തിളയ്ക്കണ്ട. ഈ ഒരു പരുവത്തിന് നമുക്കിതിലേക്ക് നമ്മുടെ നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സാധാ നൂഡിൽസ് ചേർക്കരുത്. നമ്മളിതിന് വേണ്ടിയിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇങ്ങനെ ചൈനീസ് നൂഡിൽസ് കിട്ടും. അപ്പം ഞാനെടുത്തേക്കുന്നത് 400 ഗ്രാമിൻ്റെയാണ്. 200 ഗ്രാം വീതമുള്ള 2 പീസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്കിതിൽ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് ആ വെള്ളം അതിൻ്റെ മുകളിലൊക്കെ ആയി എല്ലായിടും ആ തിളച്ച വെള്ളമൊന്നും ആവണമല്ലോ. ഇതിനൊക്കെ ഒരു കുക്കിംഗ് ടൈമുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ സമയം കൊടുത്തേക്കുന്നത് ഒരു 5 മിനിറ്റാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് വയ്ക്കണം. അപ്പോൾ ഒരുപാട് അങ്ങ് കുഴഞ്ഞ് വെന്ത് പോകരുത്. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്കിത് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മളിത് അരിപ്പ പാത്രത്തിലോട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല, വെന്തും പോയിട്ടില്ല. ഇനി നമ്മളിതൊരു പാൻ അടുപ്പ് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കേണ്ടത് കേട്ടോ. വെളിച്ചെണ്ണ ഇതിന് ആ ഒരു ഫ്ലേവർ ശരിയാവത്തില്ല. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടാകുമ്പോൾ ഞാനിപ്പോൾ പച്ച ക്യാപ്സിക്കം, മഞ്ഞ ക്യാപ്സിക്കവും ക്യാരറ്റുമാണ് എടുത്തേക്കുന്നത്. നീളത്തിൽ കട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോളിഫ്ലവർ വേണമെങ്കിൽ ചേർക്കാം, പിന്നെ അല്ലാതെ ചുവപ്പ് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർക്കാം, അങ്ങനെയൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വെജിറ്റബിൾസൊക്കെ അങ്ങ് ഒരുപാട് വെന്ത് പോകരുത്, പകുതി ഒന്ന് കുക്കായാൽ മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മല്ലിയില, 2 പച്ചമുളക് നീളത്തേക്ക് കീറിയത് അതുകൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് വേണമെന്നില്ല, നമ്മളിതിൽ കുരുമുളക് ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ 2 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ വെജിറ്റബിളൊക്കെ ഒരു പകുതി വേഗമായിട്ടുണ്ട്. കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചതച്ച കുരുമുളകാണ് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ, പൊടിയല്ല അധികം പൗഡർ അല്ലാത്ത കുരുമുളക് ആണ് ഇതിൽ ചേർക്കുന്നത്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഊറ്റി വെച്ചേക്കുന്ന നൂഡിൽസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടാണ് കേട്ടോ, സൈഡിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്, പിന്നെ അത്ര ബാലൻസും പോരാ. ഇത് ഇച്ചിരി പാടാണ് ഈ മിക്സ് ചെയ്തെടുക്കാൻ.
അപ്പോൾ ഞാനിപ്പോൾ 2 തവി വെച്ചിട്ടൊന്ന് 2 സൈഡിൽ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ നോക്കുവാണ്. ഇപ്പോൾ നൂഡിൽസ് അങ്ങനെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നമ്മൾ ആ ഓയിലും ഇതൊക്കെ ഒഴിച്ചതുകൊണ്ട് അങ്ങനെ തന്നെ നല്ല ഒന്നിനോടൊന്ന് തൊടാതെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഒഴിക്കുന്നത് കേട്ടോ. ടൊമാറ്റോ സോസ് 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ കെട്ട് കണക്കിങ്ങനെ ഇരിക്കും ഇത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരുപാടിട്ട് നമ്മളിങ്ങനെ ആയ പൊടിഞ്ഞ് തീരെ ചെറുതേ കഷ്ണങ്ങളായിപ്പോവും. അപ്പോൾ ഈ ചൈനീസ് നൂഡിൽസ് കുറച്ചിങ്ങനെ നീളത്തേ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടാണ് കേട്ടോ. പാത്രം ഇച്ചിരി കൂടെ വലുത് വേണമായിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കനാണ് ഫ്രൈ ചെയ്ത് ചേർക്കുന്നത്. ഇപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് മുട്ട ഫ്രൈ ചെയ്ത് വേണമെങ്കിലും ചേർക്കാം, അതല്ല വെജിറ്റബിൾ മാത്രം ഇട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിത് മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവ് നോക്കിയിട്ട് എരിവ് കുറച്ച് മതിയെങ്കിൽ ഇനി ആദ്യം ചേർത്ത് അത്രയും മതിയായിരിക്കും. അപ്പോൾ നമ്മൾ ചിക്കനും ഒക്കെ കുരുമുളകൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചൈനീസ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വല്ലപ്പോഴും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. മാസത്തിലൊരിക്കലോ എന്നും കഴിക്കണമെന്നില്ല, കാരണം അത്ര ഇതല്ല, നമ്മുടെ നൂഡിൽസ് അത്ര ഹെൽത്തിയാണെന്ന് പറയുന്നില്ല. എന്നാലും വല്ലപ്പോഴും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ്. അപ്പം ഞങ്ങളുടെ ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. വലിയ ചിലവൊന്നുമില്ലാതെ നമുക്ക് ഇത് ഒരു 400 ഗ്രാമിൻ്റെ ഉണ്ടാക്കിയാൽ 4 പേർക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് വീട്ടിൽ 4 പേർക്ക് നല്ലതുപോലെ കഴിക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.